Today our topic is psychometric chart. Psychometric chart എന്താണ്, അതിൻ്റെ ഉപയോഗം എന്താണ്, അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു മോയ്സ്ചറിൻ്റെ പ്രോപ്പർട്ടീസിൽ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോവുക. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അതുപോലെ തുടങ്ങിയ ഓരോ ടേംസും പഠിച്ചിരുന്നു, അതിൻ്റെ ഇക്വേഷൻസ് പഠിച്ചിരുന്നു. അതുപയോഗിച്ചുകൊണ്ട് നമ്മളെങ്ങനെ ഒരു പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് കണ്ടിരുന്നു. അപ്പോൾ നമുക്കൊരു എയറിൻ്റെ ഏതെങ്കിലും രണ്ട് പ്രോപ്പർട്ടീസ് തന്നാൽ ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താമെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ അവിടെ നമുക്കൊരു ഡിഫിക്കൽറ്റി ഉള്ളത് എല്ലാം കാൽക്കുലേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണം. എളുപ്പത്തിൽ നമുക്ക് വാല്യൂസ് കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ പരിഹരിക്കാൻ ആണ് നമ്മൾ സൈക്കോമെട്രിക് ചാർട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ചാർട്ടിൽ നിന്ന് നമുക്ക് ചാർട്ടിൻ്റെ ഏറ്റവും വലിയ ഉപകാരം ഒരു മോയ്സ്ചറിൻ്റെ ഏതെങ്കിലും രണ്ട് പ്രോപ്പർട്ടീസ് നമുക്കറിയാമെങ്കിൽ ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ഡയറക്റ്റ് ചാർട്ടിൽ നിന്ന് കിട്ടും വിത്തൗട്ട് എനി കാൽക്കുലേഷൻസ്. അതാണ് സൈക്കോമെട്രിക് ചാർട്ടിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഇനി എന്താണ് സൈക്കോമെട്രിക് ചാർട്ട്, അതെങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. സൈക്കോമെട്രിക് ചാർട്ടിൻ്റെ ഏകദേശം ഒരു സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ആണ് സൈക്കോമെട്രിക് ചാർട്ട്. സൈക്കോമെട്രിക് ചാർട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക ഈ ഒരു രീതിയിലായിരിക്കും. ഇനി ഈ സൈക്കോമെട്രിക് ചാർട്ടിൻ്റെ എക്സ് ആക്സിസിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മാർക്ക് ചെയ്യും, വൈ ആക്സിസിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി മാർക്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എക്സ് ആക്സിസിന് ഒരു വെർട്ടിക്കൽ ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആ വെർട്ടിക്കൽ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുക ഒരു സർട്ടെയിൻ വാല്യൂ ഓഫ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനെ ആയിരിക്കും. ഓക്കെ, അത്തരത്തിൽ ഡിഫറൻറ്റ് വെർട്ടിക്കൽ ലൈൻസ് നമ്മൾ വെക്കും. ഈ ഓരോ വെർട്ടിക്കൽ ലൈനും റെപ്രസെൻ്റ് ചെയ്യുക ഒരു പർട്ടിക്കുലർ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വാല്യൂവിനെയാണ്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ വൈ ആക്സിസിൽ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുക ഒരൊറ്റ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി വാല്യൂവിനെയാണ്. അപ്പോൾ ആ ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ വരച്ചു, ആ ലൈനിൽ ഏത് പോയിൻ്റ് എടുത്താലും അവിടെ എല്ലാം സ്പെസിഫിക് ഹ്യൂമിഡിറ്റി വാല്യൂ എന്ന് പറയുന്നത് ഒരൊറ്റ വാല്യൂ ആയിരിക്കും. ഇതുപോലെ ഡിഫറൻറ്റ് ഹൊറിസോണ്ടൽ ലൈൻസ് സൈക്കോമെട്രിക് ചാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്യും. ഓക്കെ, ഇനിയുള്ളത് ഈ കാണുന്ന കർവാണ്. ഇതിനെ നമ്മൾ സാറ്റുറേഷൻ ലൈൻ അല്ലെങ്കിൽ സാറ്റുറേഷൻ കർവ് എന്ന് വിളിക്കും. ഈ ഒരു കർവ് 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിനെയാണ് കാണിക്കുക. അതായത് 5 = 100%. ദെൻ 100% താഴെയുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റികളെല്ലാം നമ്മൾ ഈ കാണുന്ന രീതിയിൽ കർവായിട്ട് കാണിക്കും. ഇവിടെ ഇപ്പോൾ ഒരു കർവേ കാണിച്ചിട്ടുള്ളൂ. ഇവിടെ അതുപോലെ ഇഷ്ടംപോലെ കർവുകളുണ്ടാകും. 590, 570, 560, 550 തുടങ്ങി റിലേറ്റീവ് ഹ്യൂമിഡിറ്റികൾ 100% നിന്നും കുറഞ്ഞു വരുന്ന രീതിയിൽ ഡിഫറൻറ്റ് കർവ്സ് സൈക്കോമെട്രിക് ചാർട്ടിൽ ഉണ്ടാകും. ഇനിയുള്ളത് സ്പെസിഫിക് വോളിയമാണ്. ഈ കാണുന്ന ഒരൊറ്റ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുക ഒരൊറ്റ സ്പെസിഫിക് വോളിയം വാല്യൂവിനെയാണ്. ഇതുപോലെ ഒരുപാട് സ്പെസിഫിക് വോളിയം ലൈൻസും സൈക്കോമെട്രിക് ചാർട്ടിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ സ്പെസിഫിക് വോളിയം ലൈൻസ്, അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. ഇനി അടുത്തത് ഉള്ളത് എൻതാൽപ്പി ലൈൻസാണ്. ഈ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി ലൈൻസ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ ആയിട്ടായിരിക്കും എൻതാൽപ്പിയുടെ സ്കെയിൽ വരിക. അതായത് എൻതാൽപ്പി എന്തുമാത്രം വാല്യൂസ് ആണോ ആ വാല്യൂസ് ഇവിടെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇവിടുന്നൊരു ഈ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുക ഒരു പർട്ടിക്കുലർ എൻതാൽപ്പി വാല്യൂവിനെ ആയിരിക്കും. ഇതുപോലെ ഡിഫറൻറ്റ് എൻതാൽപ്പി ലൈൻസ് സൈക്കോമെട്രിക് ചാർട്ടിൽ ഉണ്ടാകും. ഇനി വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻ. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈനും ഇതുപോലെ ഒരു ലൈൻ റെപ്രസെൻ്റ് ചെയ്യുക ഒരൊറ്റ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിനെയാണ്. അപ്പോൾ ഈ സാറ്റുറേഷൻ കർവിൻ്റെ സൈഡിലായിട്ട് നമ്മൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ മാർക്ക് ചെയ്യും. 5, 10, 15°C, 20°C ആ രീതിയിൽ വെറ്റ് ബൾബ് മാർക്ക് ചെയ്യും. അപ്പോൾ ഒരൊറ്റ ലൈൻ കാണിക്കുന്നത് ഒരു പർട്ടിക്കുലർ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിനെ ആണ്. ഇനി നമ്മൾ നോക്കിയാൽ ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ H= കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നതും വെറ്റ് ബൾബ് ഈസിക്കൽ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ലൈനും പാരലാണ്. പാരലായതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ലൈൻ, മിക്കവാറും കേസിൽ സൈക്കോമെട്രിക് ചാർട്ടുകളിൽ ഒരു ലൈനേ ഉണ്ടാകത്തുള്ളൂ. ഈ ഒരൊറ്റ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈനായിരിക്കും ഒരേ സമയം എൻതാൽപ്പിനെയും വെറ്റ് ബൾബിനെയും റെപ്രസെൻ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വെറ്റ് ബൾബും എൻതാൽപ്പിയും മെഷർ ചെയ്യാൻ സാധിക്കുന്നു. ഇനി നമുക്ക് ഇവിടുന്ന് എങ്ങനെയാണ് ഇത് മാർക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ സൈക്കോമെട്രിക് ചാർട്ടിൽ ഞാനൊരു പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്തു. ഇതാണ് പോയിൻ്റ് എന്ന് കരുതുക. അപ്പോൾ ഈ പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യാൻ ആവശ്യമായ രണ്ട് പാരാമീറ്റർ എനിക്ക് വേണം.
ഏതൊക്കെയാണ് ആ പാരാമീറ്റർ? ഒന്ന് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും ഒന്ന് സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയാണെന്ന് കരുതുക. അതായത് എനിക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇത്രയും ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇത്രയും തന്നിട്ടുണ്ട് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ എനിക്ക് ഈ പോയിൻ്റ് സൈക്കോമെട്രിക് ചാർട്ടിൽ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്താൽ ഈ പോയിൻ്റിൽ നിന്ന് ഞാനൊരു ഇൻക്ലൈൻഡ് ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നു എന്ന് കരുതുക. വരച്ചാൽ എനിക്ക് എൻതാൽപ്പി കിട്ടും, അതുപോലെ തന്നെ ഒരേ സമയം വെറ്റ് ബൾബ് ടെമ്പറേച്ചറും കിട്ടും. അപ്പോൾ എനിക്ക് ഏതൊക്കെ കിട്ടി? കാൽക്കുലേഷൻ ഇല്ലാതെ എൻതാൽപ്പിയും വെറ്റ് ബൾബും ഡയറക്റ്റ് കിട്ടി. ഇനി അതുപോലെ തന്നെ ഈ പോയിൻ്റ് ഏത് കോൺസ്റ്റൻറ്റ് സ്പെസിഫിക് വോളിയം ലൈനിലാണ് വരുന്നതെന്ന് നോക്കിയാൽ ഡയറക്റ്റ് സ്പെസിഫിക് വോളിയവും കിട്ടി. ഇനി അതുപോലെ തന്നെ ഈ പോയിൻ്റ് ഏത് കർവിലാണ് അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുടെ കർവിലാണ് വരുന്നത് നോക്കിയാൽ എനിക്ക് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വാല്യൂവും ഡയറക്റ്റ് കിട്ടും. അപ്പം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു 2 പാരാമീറ്റർ നമുക്ക് ഒരു മോയിസ്ചറിൻ്റെ ഉണ്ടെങ്കിൽ ആ മോയിസ്ചറിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് നമുക്ക് ഇതുപോലെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് ഡയറക്റ്റ് വിത്തൗട്ട് എനി കാൽക്കുലേഷൻസ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സൈക്കോമെട്രിക് ചാർട്ടിൻ്റെ ഇമ്പോർട്ടൻസ്. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് മോയിസ്ചർ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് റെപ്രസെൻറ്റ് ചെയ്യുക മോയിസ്ചറിൻ്റെ അപ്പോഴത്തെ സ്റ്റാറ്റസ് ആയിരിക്കും. എന്ന് വെച്ചാൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അതുപോലെ സ്പെസിഫിക് വോളിയം തുടങ്ങി എല്ലാ കാര്യങ്ങളും ആ ഒരു പോയിൻ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ കാണുന്നതാണ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഉള്ള ഒരു സൈക്കോമെട്രിക് ചാർട്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഈ കാണുന്ന പോലെ കർവ് ആയിട്ടുള്ളതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ്. അപ്പോൾ അതിൽ 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈനാണ് ഈ കാണുന്ന സാച്ചുറേഷൻ കർവ്. ദെൻ ഗ്രാജുവലി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറഞ്ഞു വരുന്നു. അപ്പോൾ ഈ ഒരു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈനെ സൂചിപ്പിക്കുന്ന ഒരൊറ്റ പർട്ടിക്കുലർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വാല്യൂ ആണ്. ഇതിനേക്കാളും കുറഞ്ഞ വാല്യൂവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ ഒരു കർവ്. ദെൻ എഗെയിൻ കുറഞ്ഞ വാല്യൂവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു ഈ ഒരു കർവ്. ഇപ്പോൾ ഇത്തരത്തിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമ്മളിങ്ങനെ കർവായിട്ട് കൊടുക്കുന്നു. ഇനിയുള്ളത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറാണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ കണ്ടോ 40 ഡിഗ്രി സെൽഷ്യസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരൊറ്റ വെർട്ടിക്കൽ ലൈനാണ്. 35 ഡിഗ്രി സെൽഷ്യസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു വെർട്ടിക്കൽ ലൈനാണ്. 30 ഡിഗ്രി സെൽഷ്യസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു ലൈനാണ്. ഇപ്പോൾ ഇത്തരത്തിൽ ഈ വെർട്ടിക്കൽ ലൈനിലൂടെ നമുക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും കിട്ടും. ഇനി സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയാണ്. ഈ കാണുന്ന ഓരോ ഹൊറിസോണ്ടൽ ലൈനും സൂചിപ്പിക്കുന്ന ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി വാല്യൂവിനെയാണ്. ഓരോ ഹൊറിസോണ്ടൽ ലൈനും സൂചിപ്പിക്കുക. ഇനിയുള്ളത് സ്പെസിഫിക് വോളിയം ലൈൻസ് ആണ്. ഈ കാണുന്നതാണ് സ്പെസിഫിക് വോളിയം ലൈൻസ്. ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഈ ഒരു ലൈനാണ് സ്പെസിഫിക് വോളിയം ലൈൻസ്. ഉണ്ടാവും സ്പെസിഫിക് വോളിയം ലൈൻസ്. അപ്പോൾ ഈ ഒരൊറ്റ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുക ഒരു പർട്ടിക്കുലർ വാല്യൂവിനെ ആയിരിക്കും. ദെൻ അടുത്ത ഇൻക്ലൈൻഡ് ആയിട്ട് പോകുന്ന ലൈനാണ് നമ്മൾ എൻതാൽപ്പി അല്ലെങ്കിൽ വെറ്റ് ബൾബ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലൈൻ. ഇവിടെ ഇപ്പോൾ ഒരൊറ്റ ലൈനേ ഉള്ളൂ. എൻതാൽപ്പിക്കും അതുപോലെ വെറ്റ് ബൾബിനും വേണ്ടി ഒരൊറ്റ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ ഒരു ലൈനിലൂടെ നമുക്ക് എൻതാൽപ്പിയും വെറ്റ് ബൾബും കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ദെൻ അടുത്തതാണ് വേപ്പർ പ്രഷർ. കഴിഞ്ഞ ഡയഗ്രത്തിൽ ഇല്ലായിരുന്നു. നമുക്ക് നമ്മളെടുക്കുന്ന മോയിസ്ചറിനകത്തുള്ള വാട്ടറിൻ്റെ പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഒരു കേസിന് വേണ്ടിയാണ് വേപ്പർ പ്രഷറിൻ്റെ സ്കെയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുക. അതുപോലെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടറിൻ്റെ ഒരു സ്കെയിലുണ്ട്. അത് പിന്നീട് നമ്മൾ പഠിക്കും. അത് എയർ കണ്ടീഷനിങ്ങിലെ കാൽക്കുലേഷൻസിന് വേണ്ടിയാണ് നമുക്ക് ഈ ഒരു സ്കെയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സൈക്കോമെട്രിക് ചാർട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വാല്യൂസ് കണ്ടെത്തുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഈ കാണുന്ന രീതിയിൽ ഞാനൊരു പോയിൻ്റ് മാർക്ക് ചെയ്തു. ഈ പോയിൻ്റ് എന്ന് പറയുന്നത് ആ പോയിൻ്റിലെ ഡ്രൈ ബൾബ് 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി വാല്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു 2 പാരാമീറ്റർ നമുക്ക് തന്നാൽ നമുക്ക് നമ്മുടെ മോയിസ്ചറിൻ്റെ കണ്ടീഷൻ സൈക്കോമെട്രിക് ചാർട്ടിൽ പ്രസൻറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പം 40 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബും ഒരു പർട്ടിക്കുലർ വാല്യൂ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയും തന്നിട്ടുണ്ടെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് സൈക്കോമെട്രിക് ചാർട്ടിൽ പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യാം. ഇനി ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് എങ്ങനെ കിട്ടും? ഈ പോയിൻ്റിൽ നിന്ന് ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു എന്ന് കരുതുക. ആ ഹൊറിസോണ്ടൽ ലൈൻ വന്ന് ഈ വേപ്പർ പ്രഷർ സ്കെയിലിൽ വന്ന് മുട്ടുന്നു. ദെൻ ഔത്തിൽ നിന്ന് നമുക്ക് എത്രയാണ് വേപ്പർ പ്രഷർ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. കാൽക്കുലേറ്റ് ചെയ്യാൻ ഡയറക്റ്റ് കിട്ടും. ഇൻ MM of Hg ആണ്
നമ്മൾ പിന്നെ അതിനെ ബാറിലേക്ക് മാറ്റിയാൽ മതിയാവും. അപ്പോൾ വേപ്പർ പ്രഷർ കിട്ടി. ഇനി ഈ ഒരു പോയിൻ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈനുമായിട്ട് എവിടെയാണ് കോൺടാക്റ്റ് വരുന്നത് നോക്കുക. അതായത് ഇവിടെ ഒരു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻ പോകുന്നുണ്ട്, വേറൊരു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ പോയിൻ്റിൽ കൂടെ ഒരു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻ പോകുന്നില്ല എന്ന് കരുതുക. എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി നമ്മുടെ എയർ ഈ ഒരു റിലേറ്റീവ് ഹ്യൂമിഡിറ്റിക്കും അതുപോലെ തന്നെ ഈ ഒരു റിലേറ്റീവ് ഹ്യൂമിഡിറ്റിക്കും ഇടയ്ക്കാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന പോയിൻ്റ്, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് മനസ്സിലാക്കാം. ഇനി ഈ പോയിന്റിൽ കൂടെ ഡയറക്റ്റ് ഒരു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻ പോവുകയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് വാല്യൂ കിട്ടും. അല്ലാത്ത കേസിൽ നമ്മൾ അസ്യൂം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ ഇങ്ങനെ അസ്യൂം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആക്ച്വലി കാൽക്കുലേഷനിലൂടെ ചെയ്തെടുക്കുന്ന വാല്യൂവും സൈക്കോമെട്രിക് ചാർട്ടിലൂടെ നമുക്ക് കിട്ടുന്ന വാല്യൂവും തമ്മിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാകും. എന്നിരുന്നാലും കാൽക്കുലേഷൻസ് ഇല്ലാതെ എളുപ്പമെന്ന് സൈക്കോമെട്രിക് ചാർട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോപ്പർട്ടീസുകളെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കിട്ടി. ഇനി ഈ ഒരു പോയിൻ്റ്, ആ പോയിൻ്റിൽ നിന്ന് ഒരു ഇൻക്ലൈൻ ലൈൻ വരച്ചാൽ ആ ഇൻക്ലൈൻ ലൈൻ വന്ന് നമ്മുടെ സാച്ചുറേഷൻ കർവിൽ വന്ന് മുട്ടുന്നു. അപ്പോൾ ആ മുട്ടുമ്പം അവിടെ എത്രയാണ് ടെമ്പറേച്ചർ എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം സാച്ചുറേഷൻ കർവിൻ്റെ ഈ ഒരു പോർഷനിലായിട്ടായിരിക്കും വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എഴുതുക. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻ വരച്ചു. ആ ലൈൻ വന്ന് സാച്ചുറേഷൻ കർവിൽ വന്ന് മുട്ടുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കുന്നു. അതാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. അപ്പോൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചറും കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിൻ്റ്, ഈ രണ്ട് സ്പെസിഫിക് വോളിയം ലൈന്, ഇനി അടുത്ത സ്പെസിഫിക് വോളിയമിനാണെങ്കിൽ ഈ കാണുന്നത് ഒരു സ്പെസിഫിക് വോളിയത്തിൻ്റെ ലൈന്, ഈ കാണുന്നത് അടുത്ത സ്പെസിഫിക് വോളിയത്തിൻ്റെ ലൈന്. അപ്പോൾ നമുക്ക് ഏകദേശം അസ്യൂം ചെയ്താൽ നമ്മുടെ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് സ്പെസിഫിക് വോളിയത്തിനും ഇടയ്ക്കാന്ന് മനസ്സിലാകും. ഈ സ്പെസിഫിക് വോളിയം ലൈൻ ഡയറക്റ്റായിട്ട് നമ്മുടെ പോയിൻ്റിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വാല്യൂ കിട്ടും. ഇനി ഇതുപോലെ തന്നെ ഈ ഒരു പോയിൻ്റിൽ നിന്ന് നമ്മൾ നേരെ ഇൻക്ലൈൻഡ് ആയിട്ട് വരച്ച് അത് എൻതാൽപ്പി ലൈനിൽ വന്ന് അല്ലെങ്കിൽ എൻതാൽപ്പി സ്കെയിലിൽ വന്ന് മുട്ടുമ്പോൾ അവിടുത്തെ വാല്യൂ എന്താണോ അതാണ് എൻതാൽപ്പി വാല്യൂ. അപ്പോൾ എൻതാൽപ്പിയും കിട്ടി. അപ്പോൾ ഈ ഒരൊറ്റ പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യുന്നതിലൂടെ ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു രണ്ട് പാരാമീറ്റർ നമുക്ക് ആവശ്യമാണ്. ഒന്നുകിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും ഡ്രൈ ബൾബുവോ, അല്ലെങ്കിൽ ഡ്രൈ ബൾബും വെറ്റ് ബൾബുവോ, അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും പാർഷ്യൽ പ്രഷറോ, അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും സ്പെസിഫിക് വോളിയോ, അങ്ങനെ ഏതെങ്കിലും ഒരു രണ്ട് പാരാമീറ്റർ ഉണ്ടെങ്കിൽ സൈക്കോമെട്രിക് ചാർട്ടിൽ പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യാം. പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ കാണുന്നതും സൈക്കോമെട്രിക് ചാർട്ടാണ്. ഈ സൈക്കോമെട്രിക് ചാർട്ടിൽ നമ്മൾ കണ്ട പോലെ ഇതാണ് ഹോട്ട് എൻഡ്. സൈക്കോമെട്രിക് ചാർട്ടിൻ്റെ റൈറ്റ് പോർഷനാണ് ഹോട്ട് എൻഡ് എന്ന് പറയുന്നത്, ലെഫ്റ്റ് പോർഷനാണ് കോൾഡ് എൻഡ് എന്ന് പറയുന്നത്. കാരണം ടെമ്പറേച്ചർ റൈറ്റ് എൻഡിലോട്ട് പോകും തോറും കൂടിക്കൂടി പോകുന്നു. ഈ കാണുന്ന കർവുകൾ, ഈ റെഡ് കളറിലുള്ള കർവുകളാണ് നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ്. പച്ച കളറിലുള്ള ഇൻക്ലൈൻഡ് ലൈൻസ് ആണ് സ്പെസിഫിക് വോളിയം ലൈൻസുകൾ. അതുപോലെ ഈ കാണുന്ന ഇൻക്ലൈൻഡ് ലൈൻസ് ആണ് എൻതാൽപ്പി ലൈൻസുകൾ. എൻതാൽപ്പി ലൈൻസും അതുപോലെ തന്നെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻസും. അപ്പോൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈനും അതുപോലെ എൻതാൽപ്പി ലൈനും ചില സൈക്കോമെട്രിക് ചാർട്ടിൽ ഒന്നായിരിക്കും, ചിലതിൽ രണ്ടായിട്ട് കാണിക്കും. ഈ ഒരു സൈക്കോമെട്രിക് ചാർട്ട് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഈ ഒരു ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെറ്റ് ബൾബിനെയാണ്. കണ്ടോ, ഇത് 20 വെറ്റ് ബൾബിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈനാണ്. ഇത് 25 വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈനാണ്. ഇനി ഈ കാണുന്നതാണ് എൻതാൽപ്പി ലൈൻ. കണ്ടോ, ഇത് 80 എന്ന് പറഞ്ഞ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപ്പി ലൈനാണ്. അതുപോലെ ഇത് 50 എന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപ്പി ലൈനാണ്. ചില സൈക്കോമെട്രിക് ചാർട്ടിൽ രണ്ടായിട്ട് കാണിക്കും, ചില സൈക്കോമെട്രിക് ചാർട്ടിൽ ഒരൊറ്റ ലൈനായിരിക്കും എൻതാൽപ്പിയും അതുപോലെ തന്നെ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിനും റെപ്രസെൻറ്റ് ചെയ്യുക. പിന്നെ വെർട്ടിക്കലായിട്ടുള്ള ഗ്രീൻ കളറിലുള്ള ലൈൻസ് റെപ്രസെൻറ്റ് ചെയ്യുക ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും, ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു വയലറ്റ് കളറിലുള്ള ലൈൻസ് റെപ്രസെൻറ്റ് ചെയ്യുക സ്പെസിഫിക് ഹ്യൂമിഡിറ്റീനെയും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ കണ്ടോ, -5, 0, 5, 10, 15 തുടങ്ങി ടെമ്പറേച്ചർ ഈ സാച്ചുറേഷൻ കർവിൻ്റെ മുകളിലായിട്ടായിരിക്കും നമ്മൾ ടെമ്പറേച്ചർ മീൻസ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ നിങ്ങൾ 20 ഡിഗ്രി സെൽഷ്യസ് എന്ന വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ എയറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എയർ ഇരിക്കുന്നത് സാച്ചുറേഷൻ കർവിലാണ്. അപ്പോൾ അവിടുത്തെ വെറ്റ് ബൾബ് എന്താണ് 20. ഇനി അവിടുന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ ഡ്രൈ ബൾബ് എന്താണ് 20. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഓർക്കേണ്ട കാര്യം,
ഈ സാറ്റുറേഷൻ കർവ് അല്ലെങ്കിൽ 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള കർവിൽ ഏതൊരു പോയിൻ്റ് എടുത്താലും ആ പോയിന്റിലെ ഡ്രൈ ബൾബ് വെറ്റ് ബൾബും സെയിം ആയിരിക്കും. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞാണ് ഡ്രൈ ബൾബ് ഈക്വൽ ടു വെറ്റ് ബൾബ് ഈക്വൽ ടു ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ. ഈ 3 ടെമ്പറേച്ചറും ഈ 5 = 100% എന്ന് പറയുന്ന ലൈനിൽ എടുത്താൽ സെയിം ആയിരിക്കും. ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ എങ്ങനെ സൈക്കോമെട്രിക് ചാർട്ട് ഉപയോഗിച്ച് കണ്ടുപിടിക്കാമെന്നുള്ളത് നമ്മൾ വരുന്നു. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള ലൈനിലെ ഏതൊരു പോയിൻ്റ് എടുത്താലും അവിടെയുള്ള 3 ടെമ്പറേച്ചറുകൾ, അതായത് ഡ്രൈ ബൾബ്, വെറ്റ് ബൾബ്, അതുപോലെ തന്നെ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ, ഇത് 3ഉം സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ എടുക്കുന്നു, ഈ പോയിൻ്റ് എടുക്കുവാണെങ്കിൽ അവിടുത്തെ വെറ്റ് ബൾബ് നമ്മൾ ഈ കാണുന്ന പോലെ 30 അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് 30. ഇതിന് അവിടെ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ച് നോക്കിയേ, ഡ്രൈ ബൾബും 30. ഇത് തന്നെയാണ് 25-ൻ്റെ കേസിലും 20-യുടെ കേസിലും 15-ൻ്റെ കേസിലും ഒക്കെ. അപ്പോൾ 5 = 100% എന്ന ആ സാച്ചുറേഷൻ കർവിലെ ഏതൊരു പോയിൻ്റ് എടുത്താലും ആ പോയിന്റിൽ ഡ്രൈ ബൾബ് ഈക്വൽ ടു വെറ്റ് ബൾബ് ഈസ് ഈക്വൽ ടു ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ. ഈ രീതിയിൽ നമുക്ക് പോയിന്റ് എവിടെയെങ്കിലും സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്യാൻ സാധിച്ചാൽ എല്ലാ പാരാമീറ്റേഴ്സും ഔത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ദ ഡ്രൈ ബൾബ് ടെമ്പറേച്ചേഴ്സ് ആർ ഷോൺ ഓൺ ദ ഹൊറിസോണ്ടൽ ആക്സിസ് ആൻഡ് ദ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഈസ് ഷോൺ ഓൺ ദ വെർട്ടിക്കൽ ആക്സിസ്. നമ്മൾ കണ്ടു, എക്സ് ആക്സിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വൈ ആക്സിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയാണ് മാർക്ക് ചെയ്തിരിക്കുക. ഓൺ ദ ലെഫ്റ്റ് എൻഡ് ഓഫ് ദ ചാർട്ട് ദർ ഈസ് എ കർവ് കോൾഡ് ദ സാറ്റുറേഷൻ ലൈൻ. Instead of a straight line, all the saturated air states are located on this curve. Therefore, it is also the curve of 100% relative humidity. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് എൻഡിൽ കാണുന്ന ഈ ഒരു കർവ്, അതിനെയാണ് സാറ്റുറേഷൻ കർവ് എന്ന് വിളിക്കുന്നത്. ആ സാറ്റുറേഷൻ കർവിലാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 100% ആണ്. ദെൻ കോൺസ്റ്റൻറ്റ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻസ് നമ്മൾ കണ്ടു, അതുപോലെ കോൺസ്റ്റൻറ്റ് സ്പെസിഫിക് വോളിയം ലൈൻസ് കണ്ടു, കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി ലൈൻസ് കണ്ടു. ഈ 3 ലൈനും ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ വരയ്ക്കുന്ന ലൈൻസാണ്. അപ്പോൾ അതിൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈനും അതുപോലെ തന്നെ എൻതാൽപ്പി ലൈനും പാരലൽ ആയതുകൊണ്ട് തന്നെ ചില സൈക്കോമെട്രിക് ചാർട്ടിൽ അത് 2ആയിട്ട് കാണിക്കും, ചിലതിൽ ഒരൊറ്റ ലൈനായിട്ടായിരിക്കും കാണിക്കുക. ആ ഒരൊറ്റ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡ്രൈ ബൾബും അതുപോലെ തന്നെ ഡ്രൈ ബൾബല്ല വെറ്റ് ബൾബും അതുപോലെ തന്നെ നമുക്ക് എൻതാൽപ്പി മെഷർ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അതാണ് ദ കോൺസ്റ്റൻറ്റ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻസ് ആർ യൂസ്ഡ് ആസ് കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി ലൈൻസ് ഇൻ സം ചാർട്ട്സ്. അതിന് കാരണം എന്താണ്? ഈ ലൈൻസ് ഓഫ് കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി ലൈ വെരി നിയർലി പാരലൽ ടു ദ ലൈൻസ് ഓഫ് കോൺസ്റ്റൻറ്റ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചില കേസിൽ ഈ കോൺസ്റ്റൻറ്റ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എൻതാൽപ്പി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി സാറ്റുറേറ്റഡ് എയർ ആണ് എങ്കിൽ, അതായത് ആ 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കർവിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ്, ആ എന്ന് വെച്ചാൽ അത് റെപ്രസെൻ്റ് ചെയ്യുക സാറ്റുറേറ്റഡ് കണ്ടീഷനെയാണ്. അപ്പോൾ 5 = 100% ആണ് എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഡ്രൈ ബൾബും ഡ്യൂ പോയിൻറ്റും വെറ്റ് ബൾബും എല്ലാം ഈക്വലാണ്. അപ്പോൾ അതാണ് ഫോർ സാറ്റുറേറ്റഡ് എയർ ദ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആൻഡ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ ആർ ഐഡൻറ്റിക്കൽ. അപ്പോൾ സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് നമ്മളത് ഓൾറെഡി കണ്ടു, ഡ്രൈ ബൾബും വെറ്റ് ബൾബും ഈക്വൽ ആണെന്ന്. ഇനി ഡ്യൂ പോയിൻ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യം വരുന്നു. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ പറയാം. അതുകൂടാതെ തന്നെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ എന്തുകൊണ്ടാണ് ഡ്രൈ ബൾബും വെറ്റ് ബൾബും ഡ്യൂ പോയിൻ്റ് ഈക്വൽ ആകുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി എങ്ങനെയാണ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ വരയ്ക്കുക? ഇപ്പോൾ ഇവിടെ നമ്മളൊരു പോയിൻ്റ് എടുത്തു. പോയിൻ്റ് മീൻസ് നമ്മുടെ എയറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. എന്ന് പറഞ്ഞാൽ അത് എവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്? 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുള്ള ലൈനിൽ. അപ്പോൾ ഈ ഒരു പോയിൻ്റ് എടുത്താൽ അവിടുത്തെ വെറ്റ് ബൾബ് എന്ന് പറയുന്നത് എന്താണ്? തൊട്ട് മുകളിൽ കാണിക്കുന്നത് തന്നെയാണ് വെറ്റ് ബൾബ്, 15°C. ഇനി ഡ്രൈ ബൾബ് അളക്കണം. അതെങ്ങനെ അളക്കും? ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ താഴോട്ടൊരു ലൈൻ വരച്ചു. കാരണം താഴെയാണല്ലോ ഡ്രൈ ബൾബ് മാർക്ക് ചെയ്തിരിക്കുന്നത്, അതും കാണിക്കുന്നത് 15°C. അപ്പോൾ തന്നെ മനസ്സിലായി ഡ്രൈ ബൾബും വെറ്റ് ബൾബും ഈക്വൽ ആണെന്ന്. ഇനി അതോടൊപ്പം തന്നെ ഡ്യൂ പോയിൻ്റ് എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഡ്യൂ പോയിൻ്റ് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. അതൊരു ഒരു പോയിൻ്റ് എടുത്തിട്ട് പറയാം. ഇതാണ് നമ്മുടെ പോയിൻ്റ് എന്ന് കരുതുക. ഓക്കെ, വലുതായിട്ട് കാണിച്ചു എന്ന് മാത്രം.
ഈ ഒരു പോയിന്റിലെ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പർട്ടിക്കുലർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വാല്യൂ ഉണ്ട്, ഡ്രൈ ബൾബ് ഉണ്ട്, വെറ്റ് ബൾബ് ഉണ്ട്, എൻതാൽപ്പി ഉണ്ട്, എല്ലാം ഉണ്ട്. കണ്ടീഷനുള്ള എയർ, ഒരു പർട്ടിക്കുലർ കണ്ടീഷനുള്ള എയർ ഞാൻ ഇങ്ങനെ സൈക്കോമെട്രിക് ചാർട്ടിൽ അത് കാണിച്ചിരിക്കുന്നു. ഇനി ഈ കണ്ടീഷനിലുള്ള എയർ നമ്മൾ എന്ത് കൂളി ചെയ്താൽ അല്ലെങ്കിൽ എത്ര ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂളി ചെയ്താലാണ് അതിനകത്തുള്ള വാട്ടർ വേപ്പർ കണ്ടൻസ് ആവുക, ആ ടെമ്പറേച്ചറാണ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടീഷനിലുള്ള എയറിനെ എത്ര ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂളി ചെയ്താൽ ഡ്യൂ പോയിൻറ്റ് അല്ലെങ്കിൽ കൂളി ചെയ്താൽ കണ്ടൻസ് ആകും, അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അതിനുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടീഷൻ സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്തു, അതിനുശേഷം അവിടുന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. ഇതിപ്പോൾ ഏകദേശം ഹൊറിസോണ്ടൽ ലൈനാണ്. ആ ഹൊറിസോണ്ടൽ ലൈൻ വന്ന് സാറ്റുറേഷൻ കർവിൽ വന്ന് മുട്ടുന്നു. ആ മുട്ടുന്ന അവിടുന്ന് വീണ്ടും ഞാനൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. അത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, അപ്പം അത് വന്ന് എക്സ് ആക്സിസിൽ വന്ന് മുട്ടുന്നു. അപ്പോൾ അവിടുത്തെ ഡ്രൈ ബൾബ് എന്താണോ ആ ഡ്രൈ ബൾബ് തന്നെയാണ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ. ഓക്കെ, ഇവിടെ ഞാൻ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത് നമ്മളൊരു പർട്ടിക്കുലർ കണ്ടീഷൻ എടുത്തു. ഇനി നമുക്ക് ഈ കണ്ടീഷനുള്ള എയർ എപ്പോഴാണ് കണ്ടൻസ് ആവാൻ തുടങ്ങുന്നത്, മീൻസ് എയറിനകത്തുള്ള വാട്ടർ വേപ്പർ കണ്ടൻസ് ആകാൻ തുടങ്ങുന്നത് എന്ന് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂ പോയിൻ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഞാൻ ഈ ഒരു പോയിൻ്റിൽ നിന്നൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു, അത് സാറ്റുറേഷൻ കർവിൽ വന്ന് മീറ്റ് ചെയ്തു. അവിടുന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ട് എത്രയാണ് ഡ്രൈ ബൾബ് നോക്കി, ആ ഡ്രൈ ബൾബ് ആയിരിക്കും ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഒരു പോയിൻ്റ് ഓൾറെഡി 5 = 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈനിലെടുത്താൽ അവിടുത്തെ എന്തായിരിക്കും യുവതി തന്നെ നമുക്ക് ക്ലിയർ ആണ്. ആ ഒരു പോയിൻ്റ് എടുത്താൽ ഈ പോയിൻ്റിലെ ഡ്രൈ ബൾബും വെറ്റ് ബൾബും ഡ്യൂ പോയിൻറ്റും എല്ലാം സെയിം തന്നെയായിരിക്കും. കാരണം വെറ്റ് ബൾബ് ഇത് തന്നെ, ഡ്രൈ ബൾബ് ഇത് തന്നെ, ഡ്യൂ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഈ പോയിൻറ്റിൽ നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുന്നു, അതും സെയിം തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഫോർ എ സാറ്റുറേറ്റഡ് എയർ അല്ലെങ്കിൽ 5 = 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള എയർ, ദ ഡ്രൈ ബൾബ്, വെറ്റ് ബൾബ് ആൻഡ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചേഴ്സ് ആർ ഐഡൻറ്റിക്കൽ. ദെൻ നമ്മളിനി ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ലൈൻസ്, അതായത് സൈക്കോമെട്രിക് ചാർട്ടിൽ നമ്മൾ ഡ്രൈ ബൾബ്, വെറ്റ് ബൾബ്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈനുകൾ മാർക്ക് ചെയ്യുന്നതാണ് കാണിക്കുക. ആദ്യം ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ലൈൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ലൈൻസ് ആർ വെർട്ടിക്കൽ പാരലൽ ടു ദ ഓർഡിനേറ്റ്. ഓർഡിനേറ്റ് മീൻസ് വൈ ആക്സിസ് ആൻഡ് യൂണിഫോംലി സ്പേസ്ഡ്. ഈ കാണുന്ന രീതിയിൽ കണ്ടോ, നമ്മൾ വെർട്ടിക്കലായിട്ട് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ലൈൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അത് യൂണിഫോംലി സ്പേസ്ഡ് ആണ്. ഓരോ ലൈനും റെപ്രസെൻറ്റ് ചെയ്യുക ഒരു പർട്ടിക്കുലർ വാല്യൂവിനെ ആയിരിക്കും. Then the value of dry bulb temperatures are also shown on the saturation curve. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ 5 ആണ്, ഈ 5 തന്നെയാണ് ഇവിടെയും 5 ആയിട്ട് മാർക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ട ഡയഗ്രത്തിൽ ഇവിടെ 15 മാർക്ക് ചെയ്തു ഡ്രൈ ബൾബ്, അതേ 15 തന്നെയായിരിക്കും ഇവിടെ മാർക്ക് ചെയ്യുക. കാരണം എന്താണ്, ഈ ഒരു പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ചെയ്യുക, അവിടെയുള്ള ഡ്രൈ ബൾബും വെറ്റ് ബൾബും ഈക്വലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം ദ വാല്യൂ ഓഫ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചേഴ്സ് ആർ ഓൾസോ ഷോൺ ഓൺ ദ സാറ്റുറേഷൻ കർവ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ലൈൻസ്. ഇനി അടുത്തത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ലൈൻസ്. ദ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ലൈൻസ് ആർ ഹൊറിസോണ്ടൽ പാരലൽ ടു ദ ആബ്സിസ, ആബ്സിസ മീൻസ് എക്സ് ആക്സിസ്, ആൻഡ് ആർ യൂണിഫോംലി സ്പേസ്ഡ്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ കാണുന്ന രീതിയിൽ ഹൊറിസോണ്ടൽ ലൈൻസ് ഉണ്ട്, യൂണിഫോംലി സ്പേസ്ഡ് ആയിട്ടുള്ളത്. ഇതിൽ ഓരോ ലൈനും റെപ്രസെൻറ്റ് ചെയ്യുക ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി വാല്യൂവിനെ ആയിരിക്കും. ദെൻ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ ലൈൻസ്. ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ ലൈൻസ് ആർ ഹൊറിസോണ്ടൽ പാരലൽ ടു ദ ആബ്സിസ ആൻഡ് നോൺ യൂണിഫോംലി സ്പേസ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എടുത്തു. ഈ പോയിൻ്റ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ അവിടുന്നൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു, അത് വന്ന് സാറ്റുറേഷൻ കർവിൽ മീറ്റ് ആവുന്നു. ദെൻ അവിടുന്നൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോൾ എന്താണോ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, ആ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അതായിരിക്കും ഡ്യൂ പോയിൻറ്റിൻ്റെ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ
നമുക്ക് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആ എയറിൻ്റെ കണ്ടീഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു, അത് വന്ന് സാച്ചുറേഷൻ കർവിൽ വന്ന് മീറ്റ് ചെയ്യുന്നു. ആ സമയത്ത് അവിടുന്ന് വീണ്ടും ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ എന്താണോ ആ ഡ്രൈ ബൾബിൻ്റെ വാല്യൂ, ആ വാല്യൂ തന്നെയായിരിക്കും ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ. ഇനി അതും അല്ലെങ്കിൽ ഇങ്ങനെയും എടുക്കാം. നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു കണ്ടീഷൻ, അവിടുന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു, അത് വന്ന് ഈ കാണുന്ന ലൈനിൽ വന്ന് മുട്ടുന്നു. ഏത് സാച്ചുറേഷൻ കർവിൽ വന്ന് മുട്ടുന്നു. അവിടുന്ന് പിന്നീട് വെർട്ടിക്കൽ ലൈൻ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താ, ഈ സാച്ചുറേഷൻ കർവിൽ വന്ന് മുട്ടുമ്പോൾ അവിടുത്തെ വെറ്റ് ബൾബ് എന്താണോ അത് തന്നെയായിരിക്കും ഡ്യൂ പോയിൻറ്റ്, അത് തന്നെയായിരിക്കും ഡ്രൈ ബൾബ്, അത് തന്നെയായിരിക്കും വെറ്റ് ബൾബും എല്ലാം. കാരണം എന്നാ, ഈ സാച്ചുറേഷൻ കർവിൽ ഡ്രൈ ബൾബും വെറ്റ് ബൾബും ഡ്യൂ പോയിൻറ്റും എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വെർട്ടിക്കൽ ലൈൻ പിന്നീട് വരച്ച് അവിടുന്ന് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ നോക്കേണ്ട കാര്യം തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറിൻ്റെ കണ്ടീഷൻ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആ മോയ്സ്ചറിൻ്റെ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ കാണാൻ വേണ്ടി അവിടുന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. അത് വന്ന് സാച്ചുറേഷൻ കർവിൽ വന്ന് മീറ്റ് ചെയ്യുമ്പോഴുള്ള അവിടുത്തെ ടെമ്പറേച്ചർ, അത് വെറ്റ് ബൾബ് നോക്കിയാലും കുഴപ്പമില്ല, ഇനി അവിടുന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ട് ഡ്രൈ ബൾബ് നോക്കിയാലും കുഴപ്പമില്ല, രണ്ടും സെയിം തന്നെയായിരിക്കും ടെമ്പറേച്ചർ. അപ്പോൾ അറ്റ് എനി പോയിൻ്റ് ഓൺ ദ സാച്ചുറേഷൻ കർവ് ദ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, അത് മൂന്നും ഈക്വൽ ആയിരിക്കും. ദെൻ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻസ്. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻസ് ആർ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻസ് ആൻഡ് നോൺ യൂണിഫോംലി സ്പേസ്ഡ്. ഈ കാണുന്നത് രീതിയിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻസ് ആയിട്ടായിരിക്കും ഒരു വെറ്റ് ബൾബ് ലൈൻ വരയ്ക്കുക. ഈ ഒരൊറ്റ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുക ഒരു കോൺസ്റ്റൻറ്റ് വെറ്റ് ബൾബ് ടെമ്പറേച്ചറിനെ ആയിരിക്കും. ഈ കാണുന്ന രീതിയിൽ ഇത് 5 എന്ന് പറയുന്ന ഡിഗ്രി സെൽഷ്യസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഇത് 15 ഡിഗ്രി സെൽഷ്യസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഇത് 25 ഡിഗ്രി സെൽഷ്യസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി 5 = 100% എന്ന സാച്ചുറേഷൻ കർവിലാണ് നമ്മുടെ പോയിൻ്റെങ്കിൽ അവിടുത്തെ വെറ്റ് ബൾബും ഡ്രൈ ബൾബും കണ്ടോ ഈക്വൽ ആണ്. Then at any point on the saturation curve the dry bulb and wet bulb temperatures are equal. ഇനി അടുത്തതാണ് എൻതാൽപ്പി ലൈൻസ്. എൻതാൽപ്പി ലൈൻസ് ആർ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻസ് ആൻഡ് യൂണിഫോംലി സ്പേസ്ഡ്. ഈ കാണുന്ന രീതിയിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈനായിട്ടായിരിക്കും എൻതാൽപ്പി ലൈൻസ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഇതിൽ ഒരു ലൈൻ റെപ്രസെൻ്റ് ചെയ്യുക ഒരു പർട്ടിക്കുലർ എൻതാൽപ്പി വാല്യൂവിനെ ആയിരിക്കും. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു ഈ എൻതാൽപ്പി ലൈന് പാരലാണ് ആർക്ക്, നേരത്തെ പറഞ്ഞ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചില സൈക്കോമെട്രിക് ചാർട്ടിൽ ഇതുപോലെ ഒരൊറ്റ ലൈനേ കാണത്തുള്ളൂ. ഈ ഒരൊറ്റ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എൻതാൽപ്പിയും വെറ്റ് ബൾബും മെഷർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇപ്പം നമ്മൾ ഒരു പോയിൻ്റ് എടുത്തു, ഇവിടെയാണൊരു പോയിൻ്റ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ പോയിൻ്റിൽ നിന്നൊരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻ വരച്ച് അത് ഈ എൻതാൽപ്പി സ്കെയിലിൽ വന്ന് മുട്ടുമ്പോൾ എത്രയാണ് വാല്യൂ എന്ന് നമ്മൾ നോക്കുന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എൻതാൽപ്പിയുടെ വാല്യൂ കിട്ടുന്നു. അപ്പോൾ അതാണ് ദീസ് ലൈൻസ് ആർ പാരലൽ ടു ദ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻസ്. ഓക്കെ, ഇനി അടുത്തതാണ് സ്പെസിഫിക് വോളിയം ലൈൻസ്. ദ സ്പെസിഫിക് വോളിയം ലൈൻസ് ആർ ഒബ്ലീക്ലി ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻസ് ആൻഡ് യൂണിഫോംലി സ്പേസ്. ഈ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻസാണ് സ്പെസിഫിക് വോളിയം ലൈൻസ്. ഇതിൽ ഒരു ലൈൻ റെപ്രസെൻ്റ് ചെയ്യുക ഒരു പർട്ടിക്കുലർ വാല്യൂവിനെ ആയിരിക്കും. ഒരൊറ്റ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുക ഒരു പർട്ടിക്കുലർ വാല്യൂവിനെ ആയിരിക്കും. ഇതാണ് സ്പെസിഫിക് വോളിയം ലൈൻസ്. ദീസ് ലൈൻസ് ആർ ഡ്രോൺ അപ് ടു ദ സാച്ചുറേഷൻ കർവ്. ഈ കാണുന്ന രീതിയിൽ സാച്ചുറേഷൻ കർവ് വരെ നമ്മൾ ഡ്രോൺ ചെയ്യുന്നു. ഇനി അടുത്തതാണ് വേപ്പർ പ്രഷർ ലൈൻസ്. The vapor pressure lines are horizontal and uniformly spaced. Generally, the vapor pressure lines are not drawn in the main chart. നമ്മൾ ഈ കാണുന്ന രീതിയിൽ സൈക്കോമെട്രിക് ചാർട്ടിൽ ലെഫ്റ്റിലായിട്ടായിരിക്കും ഒരു സ്കെയിലായിട്ടായിരിക്കും നമ്മൾ വേപ്പർ പ്രഷറിൻ്റെ സ്കെയിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്തു, അവിടെ നിന്നൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു, അത് സ്കെയിലിൽ വന്ന് മുട്ടുന്ന ആ പോയിൻ്റ് എവിടെയാണെന്ന് നോക്കുന്നു, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ വേപ്പർ പ്രഷർ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു. എ സ്കെയിൽ ഷോണിംഗ് വേപ്പർ പ്രഷർ ഇൻ mm of Hg ഈസ് ഗിവൺ ഓൺ ദ എക്സ്ട്രീം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ചാർട്ട്. ഇനി അടുത്തതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ്.
The relative humidity lines are curved lines and follow the saturation curve. The saturation curve represents 100% relative humidity. ഈ കാണുന്നതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ്. ഈ കാണുന്ന രീതിയിൽ കർവ്ഡ് ആയിട്ടായിരിക്കും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ് ഉണ്ടാവുക. അതിൽ സാച്ചുറേഷൻ കർവിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 100% ആയിരിക്കും. ദെൻ ഗ്രാജുവലി കുറഞ്ഞു വരുന്ന രീതിയിലാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ് സൈക്കോമെട്രിക് ചാർട്ടിൽ പ്രസൻറ്റ് ചെയ്യുക. ഇനി ഇതാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു സൈക്കോമെട്രിക് ചാർട്ട്. ആ സൈക്കോമെട്രിക് ചാർട്ടിനെ വൈ ആക്സിസിലാണ് നമ്മൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി മാർക്ക് ചെയ്തിരിക്കുന്നു. എക്സ് ആക്സിസിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മാർക്ക് ചെയ്തിരിക്കുന്നു. അതുപോലെ ഇതാണ് സ്പെസിഫിക് വോളിയം ലൈൻസ്. ഈ കാണുന്ന ഓരോന്നും സ്പെസിഫിക് വോളിയം ലൈൻസ് ആണ്. ദെൻ അടുത്തതാണ് നമുക്ക് എൻതാൽപ്പിയും അതുപോലെ തന്നെ വെറ്റ് ബൾബും മെഷർ ചെയ്യാനുള്ള ലൈനാണ് ഈ കാണുന്നത്. ഈ ഇൻക്ലൈൻഡ് ആയിട്ട് പോകുന്നതാണ്. നമുക്ക് ഈ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് എൻതാൽപ്പിയും വെറ്റ് ബൾബും മെഷർ ചെയ്യാൻ സാധിക്കുന്നു. ദെൻ ഈ കാണുന്ന കർവായിട്ട് പോകുന്നതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ്. കണ്ടോ, 50, 55, 45, 30 എന്നൊക്കെ പറയുന്ന ഇതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ്. ഇനി സാച്ചുറേഷൻ കറവിൻ്റെ ഈ സൈഡിലായിട്ട് -5, 10, 5, 10, 15, 20 എന്ന് പറഞ്ഞ രീതിയിൽ വെറ്റ് ബൾബ് മാർക്ക് ചെയ്തിരിക്കുന്നു. ഈ കാണുന്നതാണ് എൻതാൽപ്പി സ്കെയില്. ഇത് വേപ്പർ പ്രഷറിൻ്റെ സ്കെയില്. അതുപോലെ ഇത് സെൻസിബിൾ ഹീറ്റ് ഫാക്ടറിൻ്റെ സ്കെയില്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു 2 പാരാമീറ്റർ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് ഒരു സൈക്കോമെട്രിക് ചാർട്ട് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താമെന്ന് നോക്കാം. ആദ്യം എൻ്റെ ഇനീഷ്യലായിട്ടൊരു മോയ്സ്ചറിൻ്റെ കണ്ടീഷൻ പറയുകയാണ്. 2 പാരാമീറ്റേഴ്സ്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 30°C റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 30%ആണ്. അപ്പോൾ നമ്മൾ നോക്കാൻ നേരത്ത് 30°C ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൻ്റെ വെർട്ടിക്കൽ ലൈൻ ഈ കാണുന്നതാണ്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 30 ഉള്ള ഇതുമായിട്ട് നോക്കുന്നു. സോ ഇതാണ് നമ്മുടെ പോയിൻ്റ്. അതായത് ഞാനിപ്പോൾ പറഞ്ഞ 30°C ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും 30% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള ഒരു മോയ്സ്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് സൈക്കോമെട്രിക് ചാർട്ടിൽ ഈ ഒരു പോയിൻ്റ് ആയിരിക്കും വരിക. ദെൻ നമുക്ക് പോയിൻ്റ് കിട്ടി. ഞാനത് ഏകദേശം മാർക്ക് ചെയ്യാം. വലിയൊരു വട്ടമായിട്ടാണ് ഞാൻ കാണിച്ചത്, കാരണം അതല്ലാതെ നമുക്ക് മാർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ശ്രമകരമാണ്. ഏകദേശം മാർക്ക് ചെയ്തു. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ 30°C, ആ 30°C അതുപോലെ തന്നെ 30% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഞാൻ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി ഇവിടുന്ന് ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ വരച്ചാൽ എനിക്ക് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി വാല്യൂ എത്രയാണെന്ന് കിട്ടുന്നു. ഇനി അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ 2 സ്പെസിഫിക് വോളിയം ലൈൻ അടയ്ക്കുക. 0.86 എന്ന് പറയുന്ന സ്പെസിഫിക് വോളിയവും 0.88 എന്ന് പറയുന്ന സ്പെസിഫിക് വോളിയവും. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് അതിനിടയ്ക്കായതുകൊണ്ട് നമ്മൾ ഏകദേശം അസ്യൂം ചെയ്യണം എത്രയാണ് സ്പെസിഫിക് വോളിയം എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടും. സൈക്കോമെട്രി ആകുമ്പോൾ സൈക്കോമെട്രി കിട്ടുന്ന വാല്യൂവും ആക്ച്വൽ കാൽക്കുലേഷനിലൂടെ ചെയ്യുന്ന വാല്യൂവും തമ്മിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകും. അതേസമയം ഈ പോയിന്റിൽ കൂടെ ഡയറക്റ്റ് സ്പെസിഫിക് വോളിയം ലൈൻസ് പോകുമായിരുന്നുവെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വാല്യൂ കിട്ടും. ഈ ഒരു കേസിൽ നമ്മളത് അസ്യൂം ചെയ്യേണ്ടി വരും. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മളൊരു ഇങ്ങനെ ഒരു ലൈൻ നോക്കണം. ആ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ കാണുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായി വെറ്റ് ബൾബ് എത്രയാണ്, അതല്ല എങ്കിൽ എൻതാൽപ്പി എന്താണെന്ന്. ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് എടുക്കാം. ഇവിടുന്ന് ഒരു ലൈൻ പോകുന്നുണ്ടെന്ന് കരുതുക. ഇതാണ് ആ ലൈൻ എന്ന് കരുതുക. ആ ലൈൻ വന്ന് ഇവിടെ വന്ന് മീറ്റ് ചെയ്തു. അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 18°C ആണ്. ഇവിടെ 18°C ആണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി വെറ്റ് ബൾബ് 18°C ആണ്. ദെൻ എൻതാൽപ്പി നോക്കുവാണെങ്കിൽ 51 ആണ് എൻതാൽപ്പി. 51 kJ/kg ഓഫ് ഡ്രൈ എയർ ആണ് എൻതാൽപ്പി എന്ന് കിട്ടി. സോ ഈ ഒരൊറ്റ ലൈനിൽ നിന്ന് എനിക്ക് വെറ്റ് ബൾബും എൻതാൽപ്പിയും കിട്ടി. അപ്പോൾ എന്തൊക്കെ കിട്ടി? ഇപ്പം സ്പെസിഫിക് വോളിയം കിട്ടി, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കിട്ടി, എൻതാൽപ്പി കിട്ടി, വെറ്റ് ബൾബ് കിട്ടി. ഇനി ഇവിടുന്ന് ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ വരച്ച് അത് വന്ന് വേപ്പർ പ്രഷർ ലൈനിൽ വന്ന് മുട്ടുന്നു, വേപ്പർ പ്രഷർ സ്കെയിലിൽ വന്ന് മുട്ടുന്നു. അപ്പോൾ എത്രയാണ് വേപ്പർ പ്രഷറിൻ്റെ വാല്യൂ എനിക്ക് കിട്ടുന്നു. ഇനി അതുപോലെ തന്നെ ഇനി ഈ ഒരു കണ്ടീഷനുള്ള എയർ ഏത് ടെമ്പറേച്ചറിലാണ് അതിനകത്തുള്ള വാട്ടർ വേപ്പർ കണ്ടൻസ് ആവുക, അല്ലെങ്കിൽ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം.
അതിനുവേണ്ടി ഞാൻ ഇവിടുന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ കണ്ടോ, ഈ കാണുന്ന ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് അത് വന്ന് ഈ സാച്ചുറേഷൻ ലെവലിലൂടെ മുട്ടി ഓൾമോസ്റ്റ് 11 മുട്ടിയിരിക്കുന്നത്. അപ്പോൾ 11 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂൾ ചെയ്യുവാണെങ്കിൽ ഈ കണ്ടീഷനിലുള്ള വേപ്പർ അതിനകത്തുള്ള വാട്ടർ വേപ്പർ കണ്ടൻസ് ആകാൻ തുടങ്ങും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഡ്രൈ ബൾബും അതുപോലെ തന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന ആ ഒരു പാരാമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ബാക്കി എല്ലാം കണ്ടുപിടിക്കാൻ പറ്റി. ഇനി ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു 2 പാരാമീറ്റർ തരികയാണെങ്കിൽ സൈക്കോമെട്രിക് ചാർട്ടിൽ നമുക്ക് ആ പോയിന്റ് മാർക്ക് ചെയ്യാം. പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും കാൽക്കുലേഷൻ ഇല്ലാതെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഇതാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, ഇതാണ് സൈക്കോമെട്രിക് ചാർട്ടിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പ്രോബ്ലം, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാൽക്കുലേഷൻസിലൂടെ ഇക്വേഷൻസ് ഒക്കെ ഇട്ടുകൊണ്ട് ഒരു പ്രോബ്ലം ചെയ്തു. ഇനി നമ്മൾ ഇക്വേഷൻസ് ഒന്നും യൂസ് ചെയ്യാതെ സൈക്കോമെട്രിക് ചാർട്ട് യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. താങ്ക് യു.